ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയം ഒരുപാട് ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഇപ്പോൾ തമിഴ്നാട്ടിൽ VK ശശികലയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു പാർട്ടി കൂടി രൂപീകരിക്കുവാൻ പോവുകയാണ് എന്ന വാർത്തയാണ് ഇന്ന് വന്നുകൊണ്ടിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പാർട്ടികളുണ്ട്. പുതിയ പുതിയ പാർട്ടികൾ വരുന്നു. ചില പാർട്ടികൾ വന്ന അതേപടി തന്നെ തിരിച്ചു പോകുന്നു. ചിലത് നിലനിൽക്കുന്നു, ചിലത് സംസ്ഥാന പാർട്ടികളായി മാറുന്നു. അങ്ങനെ പല നിരക്കും പലരും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു. എങ്കിലും ചില പാർട്ടികൾ മാത്രമാണ് അതിൽ നിലനിൽക്കുന്നതും തുടരുന്നതും. ബാക്കിയെല്ലാം കുറച്ചു കാലങ്ങൾക്ക് ശേഷം അപ്രത്യക്ഷമാകുന്ന രീതിയാണ്. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലും പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി രൂപപ്പെടുവാൻ സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അതാണ് VK ശശികലയുടെ പ്രഖ്യാപനത്തോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 6 ദേശീയ പാർട്ടികളാണ് നിലവിലുള്ളത്. 59 സംസ്ഥാന പാർട്ടികളും ഉണ്ട്. 2000-ൽ പരം പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടികളുണ്ട്. ഇവർക്ക് വോട്ട് വിഹിതത്തിന്റെയോ സീറ്റുകളുടെയോ അടിസ്ഥാനത്തിൽ പ്രത്യേക അംഗീകാരം ലഭിക്കാത്തതാണ്. അങ്ങനെ നിരവധിയാണ് ഇന്ത്യയിലെ പാർട്ടികൾ. പ്രധാനപ്പെട്ട പാർട്ടികൾ നമുക്കറിയാമല്ലോ, 6 ദേശീയ പാർട്ടികൾ. ജയലളിതയുടെ 78ാം ജന്മദിനത്തിൽ രാമനാഥപുരത്തെ കമോദിയിൽ നടന്ന ഒരു പൊതുയോഗത്തിലാണ് VK ശശികല പുതിയ പാർട്ടിയുടെ കാര്യം സൂചിപ്പിച്ചത്. അണ്ണാദുരൈ, MGR, ജയലളിത എന്നിവരുടെ ചിത്രങ്ങളുള്ള കറുപ്പ്, വെള്ള, ചുവപ്പ് കളർ പതാകയായിരിക്കും എന്നൊക്കെ അവർ സൂചിപ്പിക്കുകയുണ്ടായി. പുതിയ പാർട്ടികൾ വരുമ്പോൾ എന്തായാലും എത്ര വോട്ട് ഷെയർ അവർ കൈവശം വെക്കുന്നുവോ, എത്ര പിടിച്ചെടുക്കുന്നുവോ, അത് മറ്റുള്ള പാർട്ടികൾക്ക് അത് തീർച്ചയായും അത് കോട്ടം തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ മൊത്തത്തിൽ ഉള്ള വോട്ടുകളിൽ നിന്നാണല്ലോ ഈ ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആര് പാർട്ടി രൂപീകരിച്ചാലും അവർക്ക് വരുന്ന സ്വാധീന മേഖലയിൽ അവർ പിടിക്കുന്ന വോട്ട് മറ്റു പാർട്ടികളുടെ വിജയ സാധ്യതയെ ബാധിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. നിലവിൽ തമിഴ്നാട്ടിൽ MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും ഇന്ത്യ മുന്നണി, NDA നേതൃത്വത്തിലുള്ള മുന്നണിയും ആണ് ഇപ്പോൾ പ്രധാനമായും മത്സര രംഗത്തുള്ളത്. 2 മുന്നണികളാണ്. പിന്നെ പ്രമുഖ നടൻ വിജയുടെ പാർട്ടിയും അത് ഒരു ഭാഗത്ത്, അത് ഒരു കൂടുതൽ കക്ഷികളെ അതിലേക്ക് ആകർഷിക്കുന്ന തിരക്കിലുമാണ്. അപ്പോൾ ത്രികോണ മത്സരം അവിടെ ഏതായാലും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ VK ശശികലയുടെ ഒരു പാർട്ടി കൂടി വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന സ്വാധീനവും തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. കുറഞ്ഞത് 40 സീറ്റുകളിലെങ്കിലും അവർ മത്സരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. AIADMKയിലെ അതൃപ്തരായ അണികളെ കൂടി ഒപ്പം കൂട്ടുകയും അവർ ഒപ്പം വരികയും ചെയ്യും എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം. തേവർ സമുദായ വോട്ടുകൾ കിട്ടാനും സാധ്യത കൂടുതലാണ് എന്നൊക്കെയാണ് നിരീക്ഷകർ കരുതുന്നത്. തെക്കൻ തമിഴ്നാട്ടിൽ വോട്ടുകൾ ആണ് ഇവർ കാര്യമായി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തെക്കൻ തമിഴ്നാട്ടിലെ വോട്ടുകൾ ഇവർ പ്രതീക്ഷിക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ വോട്ടുകൾ ഭിന്നിക്കുകയും ഈ പറഞ്ഞ 2 മുന്നണികളുടെയും വിജയ നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾക്കും ഇപ്പോൾ കിട്ടാൻ ഉദ്ദേശിക്കുന്ന വോട്ടുകളിൽ നിന്ന് തന്നെയാണ് ഇവരുടെ വോട്ട് വിഹിതവും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വോട്ടുകൾ ഭിന്നിക്കുകയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. 2027 ജനുവരി വരെ ഇവർക്ക് അയോഗ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എങ്കിലും പാർട്ടിയെ നയിക്കാനും പ്രചരണങ്ങൾക്ക് ഒന്നും തടസ്സം അത് ആവുകയുമില്ല. അപ്പോൾ അവർ മത്സര രംഗത്തുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുന്നത്തെ അനധികൃത സ്വത്ത് സമ്പാദന കേസും ഒക്കെയുമായി ബന്ധപ്പെട്ടുള്ള ആ അയോഗ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആര് പാർട്ടി രൂപീകരിച്ചാലും നിലവിലുള്ള വോട്ടുകൾ തന്നെയാണ് ഈ വിഹിതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോഴും ആര് രൂപീകരിക്കുമ്പോഴും ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള വോട്ടുകൾ തന്നെയാണ് ഈ പാർട്ടിയിലേക്കും പോകുന്നത്. അപ്പോൾ അവിടെയാണ് വിജയ സാധ്യത
ഇപ്പോൾ ആർക്കാണോ വിജയ സാധ്യത അവരുടെ വോട്ടുകളാണ് ആ മണ്ഡലത്തിൽ ഭിന്നിക്കുവാൻ സാധ്യതയുള്ളത്. അപ്പൊ ഇവർക്ക് സ്വാധീന മേഖല വരുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ള പാർട്ടികളുടെ മുന്നണികളുടെയും വോട്ടുകൾ ഭിന്നിക്കുകയും അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആര് പാർട്ടി രൂപീകരിച്ചാലും വോട്ടുകൾ ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഉള്ള വോട്ടുകൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിക്കുവാനും സാധ്യതയുള്ളത്. അപ്പോൾ ശശികലയുടെ പാർട്ടി ഏകദേശം ധാരണയായി എന്നൊക്കെയാണ് ഇപ്പോൾ ഇന്ന് അവരുടെ പ്രഖ്യാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും പുതിയ പാർട്ടി തമിഴ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല എങ്കിലും അതിന്റെ ഒരു നിരീക്ഷണമാണ് നമ്മൾ നടത്തിയത്. തെക്കൻ തമിഴ്നാട്ടിലാണ് അവർക്ക് കൂടുതൽ സ്വാധീന മേഖല ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ തമിഴ് രാഷ്ട്രീയം കൂടുതൽ വീക്ഷിക്കുന്നവർ പറയുന്നത്. കുറഞ്ഞ ഒരു 40 സീറ്റ് മത്സരിക്കാനും സാധ്യതയുണ്ട്. AIADMKയിലെ അതൃപ്തരൊക്കെ ഒപ്പം കൂട്ടും. തേവർ സമുദായ വോട്ടുകൾ അവർക്ക് കിട്ടാനും സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തെക്കൻ തമിഴ്നാട്ടിലാണ് ഈ കൂടുതൽ സ്വാധീന മേഖല വരുന്നത് എന്നും അപ്പോൾ തെക്കൻ തമിഴ്നാട്ടിൽ നിന്ന് അവർ സീറ്റുകൾ പിടിക്കുകയാണെങ്കിൽ അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും ഒക്കെ ബാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ തമിഴ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതായാലും പുതിയ പാർട്ടി ശശികല പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പൂർണ്ണാർത്ഥത്തിനായിട്ടില്ല എങ്കിലും അങ്ങനെ തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനും ഉള്ളത്. അപ്പോൾ ഏതായാലും ഒരു പുതിയ പാർട്ടി കൂടി തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ഇതിലും എല്ലാ 40 മണ്ഡലങ്ങളെങ്കിലും മത്സരിക്കും എന്നൊക്കെ ചുരുങ്ങിയത് 40 മണ്ഡലത്തിലെങ്കിലും ചുരുങ്ങിയത് മത്സരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ തുടർ ചലനങ്ങൾ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ജയലളിതയുടെ ശരിയായ പിന്തുടർച്ചക്കാരി തങ്ങളാണ് എന്നൊക്കെ അവകാശവാദത്തോടെയാണ് ഈ പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനങ്ങളൊക്കെ ഇനിയും വരാനിരിക്കുന്നത്, നടത്താനിരിക്കുന്നത് എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുമുള്ളത്. അപ്പോൾ ഏതായാലും തമിഴ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ശശികലക്ക് കൊണ്ടുവരാൻ സാധിക്കുക, അവർ തമിഴ് രാഷ്ട്രീയത്തിന്റെ സ്വാധീനം എത്ര അവർക്ക് കൈപ്പിടിയിലൊതുക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഇപ്പോൾ അവരുടെ പ്രഖ്യാപനം, ശശികലയുടെ പ്രഖ്യാപനത്തോടെ തമിഴ്നാട്ടിലെ ഒരു പുതിയ പാർട്ടി കൂടി വരികയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും പുതിയ പാർട്ടി ശശികലയുടെ പുതിയ പാർട്ടി തമിഴ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എത്ര കൊണ്ട് അണികൾ ഉണ്ടാവും അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവരുടെ പൊതുയോഗങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ, ഈ പൊതുയോഗങ്ങളൊക്കെ നടക്കുമ്പോഴാണ്, അതിന്റെ ജനക്കൂട്ടം ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് എന്തൊക്കെ രാഷ്ട്രീയ ചലനങ്ങൾ അവർക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് പറയുവാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇപ്പോഴുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ്, തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പാർട്ടി കൂടി വരികയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ചർച്ചകളും ഒക്കെ വരുമ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് എത്താം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി ഇതേ വിഷയം തന്നെ വീണ്ടും കണ്ടുമുട്ടും വരെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം, നന്ദി.